നിങ്ങൾ ഓപ്പോസൈഡ് രജിസ്റ്റർ ചെയ്ത് ഓപ്പോസൈഡിൽ ഫോണിൽ നിന്ന് എടുക്കുക. എടുത്തേ ഓപ്പോസ് ഐ ഡി എടുത്തു. അക്കൗണ്ട് ഓപ്പൺ ആയി വരും. ഇത് സ്കാൻ കൊടുത്തു. താത്ത് ഈ കോളത്തിൽ കൊണ്ടുവരണം സ്കാനർ. ഓക്കെ അല്ലേ? ആയില്ല അത് വന്നോളൂ. സ്കാനിങ് കാണിക്കുമ്പോൾ എങ്ങനെയാ? ഓക്കെ ഇല്ല ഇല്ല ഇത് ചിലത് അങ്ങനെ മാനുവലായിട്ട് നമ്പർ അടിച്ചു കൊടുക്കണം. ഈ നമ്പർ അടിച്ചു കൊടുക്കണം. സ്കാനിങ് ഇല്ല ഈ അടിയിലത്തെ നമ്പറുണ്ട്. സ്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഈ അടിയിലത്തെ നമ്പറുണ്ട്. CERAQ നമ്മൾ സ്കാനർ കിട്ടാത്ത സമയത്ത് അല്ലേ? TEA 9CJ ആ നമ്പറും ഈ കോഡ് സെയിം ആയിരിക്കണം. സ്കാനായോ? സ്കാനായിട്ടുണ്ട്. ശരി ശരി ഓക്കെ. അതുണ്ടോ ഇപ്പോൾ അത് സ്കാനായി സക്സസ്ഫുൾ ആയിട്ടുണ്ടോ? 1500 പോയിൻ്റ് ന്യൂസ് സ്റ്റാറെ കിട്ടിയാണ് കേട്ടോ. 300 എല്ലാ ടിന്നയിലും ഉണ്ട് ഇപ്പോൾ പിള്ളേരുടെ എല്ലാ പ്രൊഡക്റ്റിലും 1500 ആ ഇതാണ് വിഷയം. പരമാവധി ഇങ്ങനെ ഈ ബാർകോഡ് ഇങ്ങനെ മാഞ്ഞു പോയിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ നമ്പർ അടിച്ചു ഈ നമ്മൾ ഇതിങ്ങനെ മാഞ്ഞു പോയിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്പർ ഇത് നൈസായിട്ട് തുടച്ചെടുത്തിട്ട് ഈ നമ്പർ ഉണ്ട് അടിയിൽ. ഇവിടുത്തെ QR കോഡ് നേരത്തെ ഇതുപോലെ കേട്ടോ. ഈ QR കോഡും അല്ലെങ്കിൽ ആ നമ്പർ കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ QR കോഡ് പെയിൻറ്റ് പറ്റൂ ഡാമേജ് വരുവാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഈ അടിയിലത്തെ നമ്പർ കാണാവുന്ന രീതിയിൽ അത് തുടച്ചെടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ ഓട്ടോമാറ്റിക്കലി ചെയ്താലും മതി. ഇങ്ങനെയാണ് ബിർളയുടെ പോയിന്റ് റെഡീം ചെയ്യുന്നത്. പോയിന്റ് സ്കാൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇത് 48 മണിക്കൂറിൽ അപ്രൂവൽ ആയി കഴിയുമ്പോൾ റെഡീം ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ബിർളയുടെ ടിന്ന് പോലെ തന്നെ അതിൻ്റെ ഇൻസൈഡ് ടോക്കണാണിത്. ഇത് സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സെയിം ആപ്ലിക്കേഷൻ തന്നെയല്ലേ? സെയിം ആപ്ലിക്കേഷൻ തന്നെ. ആയിരം പോയിൻ്റാണ്. അതായത് ഇത് ബക്കറ്റ് പോലെ തന്നെ ടോക്കൺ സ്കാൻ ചെയ്യുന്നതാണ്. ഇനി റെഡീം ചെയ്യുന്നത് കാണിച്ചു തരാം. ബിനിച്ചേട്ടൻ പല തവണയായിട്ട് ചെയ്തിരിക്കുന്ന സ്കാനിങ് കിടപ്പുണ്ട്. റെഡീം ചെയ്യുന്നത് റെഡീം പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ പോയിന്റ് എത്ര പോയിന്റാണ് ആവശ്യം എന്നുള്ളത്, അതായത് എത്ര രൂപ ആവശ്യം എന്നുള്ളത് ഇവിടെ പോയിന്റ് ടൈപ്പ് നമ്മുടെ 4660 എന്നുള്ളത് എത്ര പോയിന്റ് അതിന് ഈക്വൽ ആയിട്ടുള്ള പഠിക്കാൻ പറ്റും. ക്യാഷാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1000 പോയിന്റ് നമുക്ക് റെഡീം ചെയ്യണം. ഞങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. ഇതുപോലെ തന്നെ കണ്ടിന്യൂ കൊടുത്ത അക്കൗണ്ടിലേക്ക് തന്നെ ഒരു OTP വരും. രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ തന്നെ അതെ അത് തന്നെ ഫോണിൽ ഉപയോഗിക്കണം. അതെ തന്നെ. ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റർ നമ്പർ സെയിം ആയിരിക്കണം. OTP വരേണ്ട താമസം. നമ്പർ അടിച്ചു കൊടുത്ത് 75 89 55. അക്കൗണ്ടിൽ പൈസ എത്തി 180 രൂപ. 180 രൂപ. 20 രൂപ ടാക്സ് പോയിട്ട് 180 രൂപ. ഇപ്പോൾ സ്കാൻ ചെയ്ത് 1000 പോയിന്റിൻ്റെ പൈസയാണ്. നമ്മൾ അക്കൗണ്ടിലേക്ക് കയറിയ മെസ്സേജ് വരുമായിരിക്കും. അക്കൗണ്ടിൽ മെസ്സേജ് മെസ്സേജ് വന്നായിരുന്നു. ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ ബാലൻസ് ചെക്ക് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. റെഡീമൊക്കെ സ്പീഡാണ്. അതായത് ഒരു 5 സെക്കൻഡിൽ കൂടുതൽ ടൈം വേണ്ട. പൈസ അക്കൗണ്ടിൽ പൈസ വന്നു കഴിഞ്ഞു. അക്കൗണ്ടിൽ പൈസ വന്നു. മെസ്സേജ് അല്ലേ? ക്യാഷ് ഫ്രീ. ഗൂഗിൾ പേയിലേക്ക് പിൻ നമ്പർ കാണിക്കാമല്ലോ. അത് വീട്ടിൽ കാണിക്കില്ല. ഇതിൻ്റെ അകത്ത് ക്യാഷ് ഫ്രീ എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നടപ്പുണ്ട്. ഇപ്പോൾ 180 ലാസ്റ്റ് നമ്മൾ കയറിയത്. അതായത് 1 മിനിറ്റ് പോലും ആയില്ല. 1 മിനിറ്റ് പോലും ആയിട്ടില്ല. ഒരു സമയം മതി. സ്പീഡപ്പാണ്. ഒരു ടിന്ന് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ടിന്ന് സ്കാനും ഉണ്ട്, ടോക്കൺ സ്കാനും ഉണ്ട്. പൈസ സ്പോട്ടിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ്.